ഈശോയിൽ എങ്ങനെയാണ് ഞാൻ ആശ്രയിച്ചതെന്ന് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കിപ്പോൾ 30 വയസ്സായി. അന്ന് എനിക്ക് 23 വയസ്സാണ്. അന്ന് പോയതാ എൻ്റെ നടുവേദന. പിന്നെ അതിനുശേഷം എനിക്ക് ആ നടുവേദന വന്നിട്ടേയില്ല. അതുപോലെ തന്നെ എൻ്റെ ശ്വാസം മുട്ടൽ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എൻ്റെ ശ്വാസം മുട്ടൽ മാറ്റി തരണേന്ന്. പക്ഷേ എഗെയിൻ ഞാൻ പേടിച്ചൊരു സമയം വന്നു. ഞാൻ UK-യിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ക്രിസ്റ്റീന. ക്രിസ്റ്റി എന്നൊക്കെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നു. ഞാൻ ഇന്നിവിടെ ദൈവാശ്രയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ദൈവാശ്രയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഇവിടെ ഇരുന്ന് പറയാൻ മാത്രം ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് വചനം പ്രഘോഷിക്കാനോ എനിക്കൊരു കഴിവുമില്ല. പക്ഷേ എനിക്കറിയാം എന്നെ ശക്തനാകുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രിപ്പറേഷനും, അതാണ് എൻ്റെ വലിയ ധൈര്യവും. ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുമെന്ന് ലൂക്കാ 12:12. അതാണ് എൻ്റെ വിശ്വാസം. അപ്പം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിനോട്. എൻ്റെ മാനുഷിക ബുദ്ധിയിൽ ഒരു കാര്യം പോലും പറയാൻ ഇടവരുത്താതെ ഈശോയ്ക്ക് എന്നെ എടുത്ത് ഉപയോഗിച്ച്, എൻ്റെ നാവിനെ ഉപയോഗിച്ച് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന മാത്രം പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ എൻ്റെ അമ്മ, അങ്ങേക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി എൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ തമ്പുരാൻ്റെ അമ്മേ, പാപിയായ എനിക്ക് വേണ്ടി എപ്പോഴും എൻ്റെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഈശോയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസ് പറഞ്ഞ് ഈശോയിൽ എങ്ങനെയാണ് ഞാൻ ആശ്രയിച്ചതെന്ന് പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗബ്രിയേൽ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് ഫ്രം അവർ ഫാമിലി. ഞങ്ങൾ 2 ട്വിൻസാണ്. ഞങ്ങൾ ഇരട്ട പിള്ളേരാണ്. അപ്പോൾ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും രണ്ടാമത് ഒരാളെ ആഗ്രഹിച്ചപ്പോൾ ബോണസായിട്ട് കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ ചേട്ടൻ അപ്പത്തൊടയിലും ഇപ്പത്തൊടയിലും ഇരുന്ന് എനിക്ക് ഇരുത്തി പ്രാർത്ഥിക്കാൻ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു മേടിച്ച 2 ഇരട്ട പിള്ളേരിൽ ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങളൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. എൻ്റെ മമ്മിക്ക് 2 പേർക്ക് മമ്മീനെ കൊണ്ട് 2 പിള്ളേരെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് അബോർഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞ പിള്ളേരായിരുന്നു ഞങ്ങൾ. പക്ഷേ എൻ്റെ പപ്പയും മമ്മിയും സമ്മതിച്ചില്ല. മമ്മി ഒരു കരിസ്മാറ്റിക്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായിരുന്നു. പപ്പയ്ക്ക് ഈശോയിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പയും മമ്മിയും എല്ലാ ദിവസവും രാത്രി മമ്മിയും പപ്പയും പറഞ്ഞ കഥയാണ്. അവർ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ജപമാല വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ഇച്ചിരി പ്രീ ടേം ആയിട്ടൊക്കെയാണ് വന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾ നല്ല ആരോഗ്യത്തോടു കൂടി ജനിച്ചു. 10-30 വയസ്സായിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവം കാത്തു പരിപാലിക്കുന്നു. എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്, എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുള്ളത്, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ജീവിക്കാൻ പഠിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ കൂടെയുണ്ട്. ഇതാണ് അവർ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ വിശ്വാസം. എൻ്റെ പപ്പ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. പപ്പയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബെസ്റ്റ് എഡ്യൂക്കേഷൻ നൽകണമെന്നായിരുന്നു പപ്പയുടെ ആഗ്രഹം. അപ്പം ഞങ്ങളെ 3 പേരെയും CBC സ്കൂളിലാണ് വിട്ട് പഠിപ്പിച്ചത്. +2 വരെ CBC സ്കൂളിൽ വിട്ട് പഠിപ്പിച്ച ഒരു ഓട്ടോ ഡ്രൈവറിനെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നതല്ല. ആ സമയത്ത് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സണ്ണിച്ചേട്ടൻ നാട്ടെ, എൻ്റെ പപ്പയുടെ പേര് സണ്ണിച്ചേട്ടന് ഭ്രാന്താണ്, പറ്റുന്ന കാര്യമാണോ ഈ പിള്ളേരെ 3 പേരെ CBC സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ആങ്കൊച്ചിനെ വിട്ട് പഠിപ്പിച്ചാൽ പറയും, പെൺപിള്ളേരെ എന്തിനാണ് ഈ CBC സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്, അവരും പിന്നെയും പോകില്ല. അപ്പോൾ പപ്പ പറയുമായിരുന്നു, ഞങ്ങൾക്ക് അവർക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം, എനിക്ക് കിട്ടാതെ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആകെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് വലിയ ലക്ഷ്യൂറിയസ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് പ്രാരാബ്ദങ്ങളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, ഫീസ് അടയ്ക്കാൻ പൈസ ഉണ്ടാവാറില്ല. അപ്പോഴൊക്കെ എൻ്റെ മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കും. നമ്മളെ കൊണ്ട് ഇരുത്തി പ്രാർത്ഥിപ്പിക്കും, ജപമാല ചൊല്ലിക്കോ, ഈശോയെ വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ. ഈശോ, മമ്മി എപ്പോഴും പറയും, കാനായിലൂടെ നമ്മുടെ ഈശോ നമ്മളെ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്ന പോലെ മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും കൊടുത്ത പോലെ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഫീസ് അടയ്ക്കാനുള്ള പൈസ, വണ്ടിക്കൂലിക്കുള്ള പൈസ ആരെങ്കിലും അയച്ചു തരും. ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഈശോ ആരെങ്കിലും കൊണ്ടു തരും. ഞങ്ങൾക്ക് ലൈഫിൽ ലക്ഷറി ഒന്നും അല്ലായിരുന്നു. പക്ഷേ എവിടെ വേണോ എന്നുള്ളത് പപ്പയോട് പോയി പറയും, പപ്പ നാളെ സ്കൂളിൽ അവിടെ പോകണം, പപ്പ പൈസ വേണമെന്ന് പറയും. പപ്പ ഞങ്ങളോട് പറയും, എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങളുടെ അപ്പനോട് ചോദിച്ചോ, നേരെ പോയി പ്രാർത്ഥിച്ചോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിലേ മുതൽ അപ്പനോട് ചോദിക്കാൻ പഠിച്ചു. ആ അപ്പനോട് ചോദിച്ചിട്ട് ഞങ്ങൾ ലൈഫിൽ കുറവുകളൊന്നും ഈശോ വരുത്തിയിട്ടില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ സഹനങ്ങളില്ലായിരുന്നെന്നോ അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടായിരുന്നില്ലെന്നോ അല്ല. ഈശോയ്ക്ക് അറിയാതെ ഞങ്ങൾക്ക് എവിടെ വേണമെന്ന് അതെല്ലാം എടുത്ത് ഈശോ തന്നു. ഞങ്ങൾ എവിടെയൊക്കെ വിട്ടു അവിടെയെല്ലാം ഞങ്ങൾക്ക് വിജയം തന്നു. അന്ന് പപ്പേനെയും മമ്മീനെ കളിയാക്കി പറഞ്ഞവർ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, സണ്ണിച്ചേട്ടനും ഷേർലി ചേച്ചിയും മക്കളെ വളർത്തിയ പോലെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ
ആയിരുന്നെങ്കിൽ എന്ന് ഇന്ന് അവരെ നോക്കി ഇന്ന് ഈശോ പറയുന്ന അത്രയും വത്ത് ഞങ്ങളെ ഈശോ ഉയർത്തി. എനിക്ക് കുഞ്ഞിലെ ഈശോ മമ്മി പറഞ്ഞതുപോലെ മമ്മി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ ഞങ്ങളുടെ അൽഫോൺസാമ്മയുടെ പള്ളിയായിരുന്നു. അപ്പോൾ എനിക്ക് അൽഫോൺസാമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാലോം ടി വിയിൽ അൽഫോൺസാമ്മയുടെ സീരിയൽ കാണുന്നു. പിന്നെ അങ്ങ് അൽഫോൺസാമ്മയുടെ ഫുൾ ഫാനാണ്. എനിക്കങ്ങ് മഠത്തിൽ പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പോൾ അൽഫോൺസാമ്മയെ പോലെ ഞാനങ്ങ് കുഞ്ഞിലെ സാധനങ്ങളൊക്കെ ചോദിച്ചു പിടിക്കും. കുഞ്ഞിലെ കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളായിരുന്നുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല എന്ന് പറയും. അതുകൊണ്ട് എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഈശോ ഇത് മാറ്റിത്തരണം. അപ്പോൾ ഞാൻ കുഞ്ഞിലെ തന്നെ ആസ്മാറ്റിക് ആയിരുന്നു. എനിക്ക് ചൈൽഡ്ഹുഡ് ആസ്മ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലും അതൊന്നും ഡയഗ്നോസ് ചെയ്തിട്ടില്ലെങ്കിലും സിവിയറായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരും. പിന്നെ ഒരു IV ആൻറ്റിബയോട്ടിക്കിലോട്ട് പോകുന്നിടത്തോളം കാലം ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നിട്ട് വലിക്കും, അങ്ങോട്ട് ശ്വാസമൊക്കെ മുട്ടി വലിച്ച്. അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഇങ്ങനെ രാത്രിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കാണാം. പപ്പ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പപ്പ ഇങ്ങനെ നമ്മളെ ഒന്ന് പിടിച്ച് നിൽക്കുക, രാത്രി ഒന്ന് പിടിച്ച് നിൽക്കുക, നാളെ രാവിലെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അതിപ്പോൾ നേഴ്സിംഗ് ലൈഫിലൊക്കെ ഇത് തന്നെ. ഞാൻ നേഴ്സിംഗാണ് പഠിച്ചപ്പോൾ ഇത് എൻ്റെ കൂടെപ്പറപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഈശോയോട് പ്രാർത്ഥിച്ചില്ല എനിക്ക് ശ്വാസം മുട്ടൽ മാറ്റി തരണേന്ന്. കാരണം ബേസിക്കലി അൽഫോൺസാമ്മ ഇഷ്ടമായതുകൊണ്ട് അന്ന് വിചാരിച്ചു എനിക്ക് വലിയ തട്ടിമുട്ടുമൊന്നും കേടൊന്നും ഇല്ലാണ്ട് പോയതുകൊണ്ട് സാരമില്ല, ഞാൻ ആസ്മ അങ്ങ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നടുവേദനയായി, അത് ക്രോണിക് ബാക്ക് പെയിൻ വന്നു. ആർക്കും ഒന്നും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ ബാക്ക് പെയിനിൻ്റെ റീസൺസ് എന്നും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരെന്നെ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കഴുത്തിലൂടെ വെയിറ്റ് മേളിലോട്ടിടും, കാലിൽ കെട്ടി വെയിറ്റ് താഴോട്ടിടും, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഫിസിയോ. എൻ്റെ എന്തോ ബാക്ക് ബോൺ അടുത്തിരിക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലർ പറയുന്നത് സൈക്കാട്രിക് രോഗങ്ങളാണ്. എന്തായാലും വേദന എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നും പ്രാർത്ഥിച്ചില്ല ഈശോയെ എനിക്ക് ഈ വേദന മാറ്റി തരണമെന്ന്. പക്ഷെ എൻ്റെ മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മാഹി പള്ളിയിൽ ഞാൻ കണ്ണൂരുകാരിയാണ്. അപ്പോൾ അവിടെ തലശ്ശേരിയിൽ മാഹിലമ്മയുടെ പെരുന്നാൾ നടക്കും. അപ്പം ഞാനന്ന് നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഒരു മാഹിലമ്മേനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഇങ്ങനെ ലോങ് ക്യൂ ആ അപ്പം മാഹിലമ്മേനെ കാണാൻ വേണ്ടി വലിയ ക്യൂ. അപ്പം എനിക്കപ്പോൾ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഞാൻ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായ ആളായിരുന്നു. അപ്പോൾ പയ്യെ ഇതെല്ലാം വിഡ്രോ ചെയ്യേണ്ടി വന്നു. കാരണം ഈ ബാക്ക് പെയിന്, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, മഴയത്ത് പോകാൻ പറ്റില്ല, നനയാൻ പാടില്ല, അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു ലൈഫിൽ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മാഹിലമ്മേനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ മമ്മി എൻ്റെ പുറകിൽ നിന്നിട്ട് എനിക്ക് കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ, എനിക്ക് നിൽക്കാൻ പറ്റുന്നു. അപ്പോൾ മമ്മി എന്നോട് ഇങ്ങനെ പുറകിലിരുന്ന് എൻ്റെ നടുവ് ഇങ്ങനെ തിരുമ്മി തരുക നിൽക്കുമ്പോൾ ലോങ് ക്യൂവിൽ. അപ്പോൾ അന്ന് ലൈഫിൽ ആദ്യമായിട്ട് എനിക്കൊരു ഭയങ്കര എംബാരസ്മെൻ്റ് ആയിപ്പോയി. കാരണം ഞാനന്നൊരു ടീനേജറാണ്, നേഴ്സിങ്ങിൽ ഒരു അത്യാവശ്യം സ്മാർട്ടായ ഒരു ടീനേജ് കുട്ടി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മമ്മി എൻ്റെ നടുവ് ഇങ്ങനെ തിരുമ്മി തരുക. അന്ന് എൻ്റെ മമ്മി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൊച്ചിൻ്റെ ഈ നടുവേദന മാറ്റി തരണേന്നും. പിന്നെ എനിക്കിപ്പോൾ 30 വയസ്സായി. അന്ന് എനിക്ക് 23 വയസ്സാണ്. അന്ന് പോയതാണ് എൻ്റെ നടുവേദന. പിന്നെ അതിന് ശേഷം എനിക്ക് ആ നടുവേദന വന്നിട്ടേയില്ല. അതുപോലെ തന്നെ എൻ്റെ ശ്വാസം മുട്ടൽ, ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എൻ്റെ ശ്വാസം മുട്ടൽ മാറ്റി തരണേന്ന്. പക്ഷേ എഗെയിൻ ഞാൻ പേടിച്ചൊരു സമയം വന്നു. ഞാൻ UK ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ UK പോകുന്ന സമയമായപ്പോഴേക്കും എല്ലാവരും നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ -5 -14 പോകും. അന്ന് ഞാൻ ആദ്യമായിട്ട് പേടിച്ചു, എൻ്റെ ഈശോയെ ഞാൻ ഇൻഹേലറും കൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്നത്. ലൈഫിൽ ആകെ കിട്ടിയൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് UK പോകാൻ പറ്റുക എന്നുള്ളത്. ഞാൻ എന്നാ ചെയ്യും, തണുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യും. ഇന്നിവിടെ ഞാൻ വന്നിട്ട് 6 വർഷമായി UK. എനിക്ക് ഈ 6 വർഷമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 5 ഇൻഹേലേഴ്സ്, സാൽബുട്ടമോളിൻ്റെ ഒരു വലിയ ഇൻഹേലേഴ്സിൻ്റെ ഒരു പാക്കും കൊണ്ടാണ് വന്നത്. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ ആ ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഈശോയിൽ ഞാൻ അന്ന് പറഞ്ഞ, എൻ്റെ ഈശോയെ എൻ്റെ ശ്വാസം മുട്ടൽ ഞാൻ നിനക്ക് തരുക, എനിക്ക് ശ്വാസം മുട്ടലിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും അറിയത്തില്ല, പക്ഷേ പോയെടുത്ത് നിന്ന് തിരിച്ചു വരാൻ ഇടവരുത്തരുതെന്ന്. കഴിഞ്ഞ 6 ഇയേഴ്സായിട്ട് ഗ്രാജുവലി ഞാൻ ഇൻഹേലർ വാങ്ങൽ നിർത്തി. ഇപ്പം ഞാൻ എൻ്റെ ഇൻഹേലർ കൊണ്ട് നടക്കാറില്ല. ഫോർ ദ ലാസ്റ്റ് 6 ഇയേഴ്സ് ഞാൻ ശ്വാസം മുട്ടൽ, ഞാൻ ആസ്മാറ്റിക്കേ അല്ലാണ്ടായിപ്പോയി. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഈശോയിൽ ആശ്രയിച്ചിട്ട്, അത് ഞാൻ എൻ്റെ രോഗങ്ങൾ വന്നപ്പോൾ ഈശോയിലോട് ഞാൻ മാറ്റി തരണേ എന്നല്ല പ്രാർത്ഥിച്ചത്. ഈശോയെ ഞാനത് നിനക്ക് തരുന്നു, എന്നെ അത് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണേ എന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് എൻ്റെ അക്കാഡമിക് ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ ചേട്ടൻ ഭയങ്കര സ്റ്റുഡിയസാണ്, ഒരു ബുദ്ധിജീവി എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്ന സ്കൂളിൽ. എൻ്റെ ട്വിൻ സിസ്റ്റർ ആണെങ്കിലും അത്യാവശ്യത്തിൽ കൂടുതൽ പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനായിരുന്നു ആ കൂട്ടത്തിലെ ബിലോ ആവറേജിൽ പെടുന്ന ആൾ. ഒരു 10, ഞാനെന്നാൽ തീരെ പൊട്ടിക്കൊച്ചൊന്നുമല്ല, പക്ഷെ നമ്മൾ ട്വിൻസ് ആയിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ കമ്പയർ ചെയ്യും. എനിക്ക് 10ൽ 8 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ 2 മാർക്ക് കുറഞ്ഞു പോയെന്നേ ആൾ ചോദിക്കുകയുള്ളൂ. എന്നെ 10ൽ 8നെ കുറിച്ച് ആരും പറയില്ല. കാരണം എനിക്ക് മറ്റേ ആളുടെ ഒപ്പം എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല എന്നുള്ള നമ്മൾ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്യപ്പെടും. അപ്പം അവൾ നന്നായിട്ട് പഠിക്കുന്നു, എൻ്റെ ചേട്ടൻ നന്നായിട്ട് പഠിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ മുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും ജയിക്കും. അപ്പം ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ
ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടി അവിടെ വെച്ച് ഈശോയെ എനിക്ക് കിട്ടുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നു. അന്ന് മുതൽ ഞാനും കരോയും ചെയ്തുകൊണ്ടിരുന്ന ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ ഞങ്ങൾ ക്രിസ്റ്റീൻ്റെ ശുശ്രൂഷയ്ക്ക് പോകും. സൺഡേ ഈവനിങ് തിരിച്ചു വരും, പിന്നെയും മൺഡേ ക്ലാസ്സിലോട്ട് പോകും. ഞാൻ ഈശോയോട് പറഞ്ഞ ജോൺ വിയാന പുണ്യാനെ വളർത്തിയ പോലെ എന്നെ വളർത്തിക്കോണം. പൊട്ടനാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിയാണ് ഞാൻ, എനിക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, മാത്സൊക്കെ എന്തിനാണ് കണ്ടുപിടിച്ചതെന്നാണ് ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ക്ലാസ്സിൽ പോലും ഞാൻ തോറ്റില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇന്നിവിടെ ഒരു ബാൻഡ് 6 ഇൻഡിപെൻഡൻറ്റ് അസസ്സറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അതേ ട്വിൻ സിസ്റ്ററിൻ്റെ അതേ ജോബോട് കൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ ഡെഫിനിഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് ലൈറ്റ്, അല്ലെങ്കിൽ കോമൺ സെൻസ് ഈസ് നോട്ട് വെരി കോമൺ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളായിരുന്നു ഞാൻ. ഇന്നും ഒറ്റയ്ക്ക് അങ്ങനെ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാൻ ആകെ പഠിച്ചുകൊണ്ടിരുന്നത്, എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഓരോരോ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വിസിബിളായിട്ട് കാണായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് ആയിരുന്ന ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് ഞാൻ നഴ്സിംഗ് കോളേജിൽ എത്തിയപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് ടോപ്പറായി. ഞാൻ ആദ്യം ക്ലാസ് ടോപ്പർ ആയ സമയത്ത് ഞാൻ പൊട്ടിക്കരയായിരുന്നു. കാരണം എനിക്കറിയില്ല ഞാൻ എങ്ങനെയായെന്ന്. കാരണം ഞാൻ അന്ന് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കും, ഒരു സബ്ജക്റ്റ് പഠിക്കും, ബൈബിൾ വായിക്കും, ഒരു സബ്ജക്റ്റ് പഠിക്കും, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കും, എന്നിട്ട് പറയും, ദൈവം ഈ ബൈബിൾ എനിക്ക് എത്രമാത്രം എളുപ്പത്തിൽ പറഞ്ഞു തന്നു, എന്നാൽ ഈ സബ്ജക്റ്റും കൂടി എന്നെ പഠിപ്പിച്ചേക്കണേ. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ പഠിക്കാതെ പോയ സബ്ജക്റ്റുകളുണ്ട്, ഞാൻ പഠിക്കാതെ പോയ പോർഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞ് നമ്മൾ ഈ എക്സാം പേപ്പേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരും, ഇതിൽ നിന്നായിരിക്കും ഫസ്റ്റ് എസ്സേ. ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ പൊന്നീശോ, ഞാൻ ഈ പാഠം പഠിച്ചിട്ടില്ല കേട്ടോ, ഒന്ന് നോക്കിയേക്കണേ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എൻ്റെ പഠന മേഖലകളിൽ ഞാൻ അസൈൻമെൻറ്റ്, ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഞാൻ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് അസസ്സർ ആവാൻ വേണ്ടിയുള്ള ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് ഒന്നുകിൽ നന്മമരം ചാപ്പൽ ഓണാക്കി വെക്കും, അല്ലെങ്കിൽ ഒരു ജപമാല ചെല്ലിയിട്ടായിരിക്കും ഞാൻ പഠിക്കാൻ പോകുന്നത്. ആ സമയത്ത് എനിക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് അയക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം പഠിക്കാൻ ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ എന്നൊക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നൊന്നും ഒരിക്കലും ഞാൻ ജയിച്ചിട്ടില്ല. ഞാൻ എന്നൊക്കെ ഈശോയെ സമർപ്പിച്ച് പഠിക്കാൻ നോക്കിയിട്ടുണ്ടോ അന്നൊക്കെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഐ കെയിം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഞാൻ ടോപ്പറായി. ഞാൻ ബിലോ ആവറേജിൽ നിന്ന് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വൺ ഓഫ് ദ ടോപ്പറായിരുന്നു നഴ്സിംഗ് കോളേജിലെ. അതെൻ്റെ ഈശോയിൽ ആശ്രയിച്ചാൽ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ ഞാൻ എപ്പോഴും ഈശോയോട് പറയുന്ന, സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം അയച്ചു തരണേ, അവൾ എന്നോടൊത്ത് വസിക്കട്ടെ. ആ ജ്ഞാനമാണ്, ആ സ്വർഗീയ ജ്ഞാനമാണ് എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നഴ്സിംഗ് കഴിഞ്ഞു. അപ്പം പപ്പ ഞങ്ങളെ നഴ്സിംഗ് വിട്ടെങ്കിലും ഞങ്ങൾക്കൊന്നും അന്ന് അറിവില്ലായിരുന്നു നമുക്ക് പെട്ടെന്നൊന്ന് വിദേശ രാജ്യത്തോട്ട് പോകാൻ പറ്റും. ഞാൻ നഴ്സിംഗ് ഫൈനൽ ഇയർ വരെ എനിക്കൊരു അറിവുമില്ല അങ്ങനെ പോകാൻ പറ്റും. ലാസ്റ്റ് ഇയർ ആയപ്പോഴേക്കും പെട്ടെന്ന് UK സെലക്ഷൻസ് ഒക്കെ ഇങ്ങനെ ഇതൊക്കെ വരുന്നു. അപ്പം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കിവിടെ ബന്ധുക്കളോ ആരോ അങ്ങനെ വലിയ ബന്ധുക്കളില്ല, പ്രോസസ്സിങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരുപാട് എക്സാംസ് ചെയ്യാനുണ്ട്, നാട്ടിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ആകെ നാട്ടിലുള്ള ഒരു 3 മാസത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ് 3 മാസം കൊണ്ട് ഞങ്ങൾ UK എത്തിയതാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ജപമാലകൾ ചെല്ലും. ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ 2 ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനവിടെ IELTS പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിൽ കണ്ടിന്യൂസ്ലി ജപമാല ചെല്ലും, വിശുദ്ധ കുർബാനയ്ക്ക് പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ഈശോയോട് ഇങ്ങനെ പറയും, എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താ പ്രോസസ്സിങ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നീ കൂടെ ഉണ്ടാവണേന്ന്. ഞാൻ 2 എക്സാം എന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ പാസ്സാവണം, UKVA എക്സാം പാസ്സാവണം, CBT എക്സാം പാസ്സാവണം. അതായിരുന്നു 3 എക്സാംസ്. ഇതിനൊക്കെ കുത്തിയിരുന്ന് പഠിക്കണം. പക്ഷെ പഠിക്കാനുള്ള സമയമില്ല. 2 ജോലി ചെയ്യുന്ന സമയത്ത്, ഓരോ കത്തീറ്റർ മാറ്റുന്ന സമയത്ത്, ഓരോ കത്തീറ്ററിൽ നിന്ന് യൂറിൻ മാറ്റുന്ന സമയത്ത്, ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കുന്ന സമയത്തും ഞാൻ അവളും കൂടി പറയായിരുന്നു, എൻ്റെ ഈശോയെ, ഇതെൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആക്കി തരണേ. CBTക്ക് 1000 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, ഇതിൽ ഒരു ആൻസർ നീ പഠിപ്പിക്കണേ. പഠിക്കാണ്ട് പോയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സായി ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും 23-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ UK വരുന്നത്. ഇപ്പോൾ 6 വർഷമായി. അന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോടിനോട് അപ്പുറത്തൊരു ലോകം അറിയത്തില്ലാതെ 2 പിള്ളേരായിരുന്നു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, മമ്മി തന്നിട്ടൊരു ജപമാല ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഇവിടെ വന്നാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത്യാവശ്യത്തിൽ ഉള്ള ഇംഗ്ലീഷ് അറിയാം, ബാക്കി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്, ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. നമ്മളൊരു നഴ്സിംഗ് പഠിച്ചാലും
നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് സ്കില്ലാവുന്നത്. ആ സ്കില്ലൊന്നുമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ അക്കോമഡേഷനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അക്കോമഡേഷനിൽ നിന്ന് വിൻഡോ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓർത്തോപീഡിക് വാർഡ്. അങ്ങോട്ട് നോക്കി ഞാൻ ജപമാല ചൊല്ലും, എൻ്റെ പൊന്നീശോ ഞാൻ കാരണം ആരും മരിക്കാൻ ഇടവരുത്തരുതേ, ഒരു പേഷ്യൻറ്റിനെ എൻ്റെ കൈ കൊണ്ടൊന്നും പറ്റല്ലേ, ഞാനൊരു പൊട്ടി ഈശോയെ കാത്തു കൊള്ളണേന്ന്. ഞാൻ 2 കൊല്ലം ആ ഓർത്തോപീഡിക് വാർഡിൽ വർക്ക് ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എൻ്റെ പേഷ്യൻ്റ് കെയറിലോ അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിലോ ഒന്നും ഒരു കുറവും വന്നില്ല. ആകെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ എൻ്റെ ഈശോയുടെ കഴിവിലേക്ക് ആശ്രയിച്ചു. അപ്പോൾ ഈശോ എനിക്ക് ഒരു കുറവും വരുത്തിയില്ല. പഠിച്ച് 2 കൊല്ലം കഴിഞ്ഞ് കണ്ടോടെ അല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വിത്തിൻ 2 ഇയേഴ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കരിയർ അഡ്വാൻസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ കരിയറൊക്കെ അഡ്വാൻസ് ചെയ്യണം, നമുക്ക് സ്കില്ല് വേണം, നമുക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ അപ്രാപ്യമായ മലമുകളിൽ നിർത്തണമേ, എൻ്റെ അതിരുകൾ അങ്ങ് വിസ്തൃതമാക്കി തരണമേ. ഈ വചനം പ്രാർത്ഥിച്ച് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോ പേഷ്യൻ്റ് കെയർ ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വരും. അപ്പോൾ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. അങ്ങനെ ഞാനിവിടെ ഒരു ബാൻഡ് 6, അതായത് ഒരു 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 കുറച്ചും കൂടി ലെവൽ മുന്നേ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് അസസറായി. ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വരാതിരിക്കും, വീട്ടിലിരിക്കുന്ന പേഷ്യൻസിന് ടെലിഫോണിക്കിലൂടെ അസസ് ചെയ്യുന്ന ഒരു ഒരു സിസ്റ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തിരിഞ്ഞ് നോക്കുമ്പം ഇന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഡു യു അസസ് ദാറ്റ് പേഷ്യൻ, നീ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ആ പേഷ്യൻറ്റ് സ്റ്റേബിൾ ഇനഫ് ആണ് അറ്റ് ഹോം, അല്ലെങ്കിൽ നീ ഓരോ ദിവസവും ആ ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, അത് ഈശോയാ തീരുമാനിച്ചത്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, എങ്ങനെ നിങ്ങളത് കണ്ടുപിടിച്ചു ആ പേഷ്യൻറ്റിന് ബാഡാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുത്തത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ ബ്രെയിൻ, അതെൻ്റെ ബ്രെയിൻ അല്ല, എൻ്റെ കഴിവല്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് ക്രിസ്റ്റി ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് അസസ്മെൻറ്റ് ചെയ്താൽ അതവിടെ ഫെയിലാകും. പക്ഷെ എന്ന് ഈശോ കൂടെ ഉണ്ടോ അന്നെല്ലാം ഈശോ കൂടെ ഉണ്ടോ അന്നൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഈശോ വഴി നടത്തുന്നത് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാവില്ലെന്നല്ല. ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. പക്ഷെ അതൊക്കെ ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തും. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന കല്യാണപ്രായമായി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ പപ്പയും മമ്മിയും ഞങ്ങളോട് വിളിച്ചോട്ടെ, ഞങ്ങളെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഞാനും കരയും കൂടി എടി നമുക്ക് കല്യാണപ്രായമായി, ഇനി നമ്മൾ എന്നാ ചെയ്യും, ചെറുക്കന്മാരെ കണ്ടുപിടിക്കണം. അപ്പോൾ പപ്പ ചോദിച്ചു, നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന്. ഇത്രയും നാൾ വേണ്ടാന്ന് പറഞ്ഞ് പപ്പ ചോദിച്ചു, നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടായിരുന്നു. പിന്നെ മാട്രിമോണിയൽ സൈറ്റിലായി ഓരോരോ പ്രൊഫൈലുകളിലൂടെ പോകുമ്പോൾ നമുക്ക് എനിക്കറിയാവുന്ന ലൈഫിൽ ഏറ്റവും വലിയൊരു ഡിസിഷനാണ് എടുക്കേണ്ടത്. ഞാൻ ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ തോപ്പിത്തിൻ്റെ പുസ്തകം, ബൈബിൾ വചനം കണ്ടിന്യൂസ്ലി തോപ്പിത്തിൻ്റെ പുസ്തകം വായിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12 ഉൽപ്പത്തിയിൽ ദൈവം പറയുന്നുണ്ട്, ആദിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു, അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് വേണ്ടി ഒരു തുണയെ സൃഷ്ടിച്ചു. രാവും പകലും ഓരോ പ്രൊഫൈലുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ അലയൻസ് വരുമ്പോഴും ഞാൻ ഈ വചനം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുന്നു. ഈശോയോട് പറഞ്ഞ്, ഈശോയെ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ഒരാളെ തരണേ, നിന്നിൽ നിന്ന് മാറ്റി നിർത്തുന്ന, നിന്നെ കുറച്ചും കൂടി അടുപ്പിക്കുകയല്ലാണ്ട് നിന്നെ മാറ്റി നിർത്തുന്ന ഒരാളെ തരല്ലേ. എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയുള്ള ഒരാളെ വേണമെന്നായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അതെല്ലാം മാറ്റി നിർത്തി ഈശോ എനിക്കൊരു നല്ല ജീവിത പങ്കാളിയെ തന്നു. അതും സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തതിൻ്റെ പേരിലല്ല, അതും ഈശോയിൽ അർപ്പിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവിടെയും എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ തട്ടലും മുട്ടലുകളും ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം നമുക്ക് ഒരു 6-7 വർഷമായപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഓക്കെ ഫൈൻ, ഇനി ലൈഫിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം, ജീവിതത്തെ കുറച്ച് കൺട്രോളിലെടുക്കണം, നമുക്ക് കുടുംബമായി ഫാമിലിയായി കുറച്ച് റെസ്പോൺസിബിലിറ്റീസൊക്കെ എടുക്കണം, നിനക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള നമ്മുടെ ബുദ്ധി അങ്ങ് തുടങ്ങി. അപ്പം ആ സമയത്ത് കുറച്ച് കാലങ്ങളിലും എൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള കാലത്ത് പണിയെടുക്കണം. യേശു ആരോഗ്യം തന്നിട്ടുണ്ട്, പണിയെടുക്കാം. ഞാൻ കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുമായിരുന്നു. കുറേ പോട്ടുകളിലാക്കിയിട്ട് ഫിനാൻഷ്യലി ഞാൻ എന്നെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമായിരുന്നു. പണ്ട് എൻ്റെ സാലറി പോലും എന്നാന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ചേട്ടനെയാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പൈസ എണ്ണാൻ പോലും അറിയില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് പൊട്ടിയായിരുന്നു ചില കാര്യങ്ങളിൽ. അപ്പം ഞാൻ തന്നെ ഡിസിഷൻ എടുക്കാൻ തുടങ്ങി. പക്ഷേ കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഈശോ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചോ, ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയോ, ലൈഫിൽ അതൊന്നും നടക്കുകയില്ല.
8 നിലയിൽ പൊട്ടിച്ച് തരും ദൈവം. എന്നിട്ട് ദൈവം വേറെ കുറച്ച് സ്ഥലത്ത് കൊണ്ടിടും. എന്നിട്ട് പറയും ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ പോകാമെന്ന്. കാരണം ജീവിതത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഏജൻസി ഷിഫ്റ്റ് ചെയ്യാൻ പോകും വേറൊരു ഹോസ്പിറ്റൽ. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ട് വേണം ആ ഹോസ്പിറ്റലിൽ പോകാനും. അപ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കും. കാരണം ഇവിടെ തന്നെ പണിയെടുക്കാൻ മര്യാദയ്ക്ക് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഹോസ്പിറ്റലും കൂടി പോയി പണിയെടുക്കുന്നത്. അതും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഓർത്തോപീഡിക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഓർത്തോ പേഷ്യൻസിനെ മാത്രം നോക്കാൻ അറിയാം, ബാക്കിയുള്ള പേഷ്യൻസിനെ അറിയില്ല. പക്ഷെ അവർ നമ്മളെ ഏതെങ്കിലുമൊക്കെ വാർഡിൽ കൊണ്ടിടും. അപ്പം ഞാൻ നോക്കും പേഷ്യൻസിന് അതിലേ ഡ്രെയിൻ ഇതിലേ ഡ്രെയിൻ, ആ ട്യൂബ് ഈ ട്യൂബ്, കൺഫ്യൂഷൻ. ഞാൻ അവിടെ എന്നെ ശക്തനാക്കുന്ന നിന്റെ ദൈവത്തിലൂടെ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവിടുന്ന് ആ 45 മിനിറ്റ്സ് മുഴുവൻ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് നടക്കും. ഈ വചനം പറയുകയല്ലാണ്ട് എനിക്ക് വേറെ ഒരു ശക്തിയില്ല. ഞാൻ ഓരോ പേഷ്യൻസിനെ എത്തുമ്പോഴേക്കും ഞാൻ ഈശോയെ നീ കാത്തോളണേ, ഈ പേഷ്യൻ്റ് എന്നെ ഒന്നും ചെയ്യരുതേ. ചില കൺഫ്യൂസ്ഡ് അൽഷിമേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിന് അവർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. അപ്പം ഞാൻ ദൈവമേ ഞാൻ നാളെ പണി നിർത്തിക്കോളാം, ഇന്നെന്നെ നോക്കിക്കോണേ, ഇന്നെന്നെ നോക്കിക്കോണേ, ഈ വചനം തന്നെ കണ്ടിന്യൂസ്ലി പറയും. അതും ബോബി അച്ഛൻ്റെ സ്പീച്ചും. ആർക്കൊക്കെ അറിയാമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ബോബി അച്ഛൻ്റെ പ്രസംഗങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നടക്കുന്നത് അത് തന്നെയായിരുന്നു. ഇന്ന് ഞാൻ ആലോചിച്ച് നോക്കും, ഇന്ന് എന്നോട് നാളെ ഒരു ഷിഫ്റ്റ് എടുക്കാവോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയാണ്. പക്ഷേ ഞാൻ ഷിഫ്റ്റിന് പോകും. എന്തുകൊണ്ടാ? കാരണം ഈ വചനം നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിട്ടുണ്ട്, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ വചനമായിരുന്നു എൻ്റെ റൂമിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നത്. ഞാൻ അങ്ങനെ ഓരോ ഷിഫ്റ്റിനും പോയിക്കൊണ്ടിരുന്നത്. അപ്പം എന്തൊക്കെ എനിക്ക് അപ്രാപ്യമായ എല്ലാ കാര്യങ്ങളിലും, എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ആകെ ചെയ്തിരുന്ന ഈശോയെ കണ്ടിന്യൂസ്ലി അങ്ങ് ട്രസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ ലൈഫിൽ ഏകദേശം ഇതിപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. കഴിഞ്ഞ വർഷം ഈ സമയമായപ്പം ഞങ്ങൾ പോലും അറിയാതെ ഞാൻ ക്യാരിങ് ആയി. അതായത് എനിക്ക് നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് വന്നു. അപ്പം ഞാൻ അറിഞ്ഞില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ഒബ്വിയസ്ലി അങ്ങനെ വന്നുകൊണ്ട് ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. 6 വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് ബ്ലീഡിങ് നിൽക്കാണ്ടായപ്പോൾ ഞാൻ GP സ്ട്രീമിങ്ങിൽ പോകുന്നു. അപ്പോഴാണ് GP പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. അപ്പം എഗെയിൻ എനിക്ക് ആ അന്നത്തെ ഒരു അറിവിലനുസരിച്ച് എനിക്കറിയായിരുന്നു ഇതൊരു നോർമൽ പ്രഗ്നൻസി അല്ലായിരിക്കും എന്ന്. പക്ഷെ ആ നിമിഷം എൻ്റെ UPT ചെയ്തിട്ട് ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഈശോയോട് നന്ദി പറഞ്ഞു. ഞാൻ ഈശോയോട് നന്ദി പറഞ്ഞിട്ട് പറഞ്ഞു, ഈശോയെ ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ ഇനി നിറവേറട്ടെ, എനിക്ക് പ്രഗ്നൻ്റ് ആവാൻ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ എന്ന് പറഞ്ഞു. അപ്പം അതൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പം ഫ്രൈഡേ കഴിഞ്ഞ് എന്നോട് മൺഡേ തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പം ഒരു ഹോപ്പും ഇല്ല. കാരണം പക്ഷേ അന്ന് അവർ ടെസ്റ്റൊക്കെ ചെയ്ത് തന്നപ്പോൾ മിസ്കാരേജ് നടന്നിട്ടില്ല, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു യു ഹാവ് എ ഹോപ്പ്, പ്രേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞൊരു ഹോപ്പ് തന്ന 2 ദിവസങ്ങൾ തന്നൊരു വീക്കെൻഡ് തന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞാനും ഈ ചായനും എൻ്റെ സിസ്റ്ററും ഞങ്ങളിങ്ങ് പ്രാർത്ഥിച്ചു, ദൈവഹിതമാണെങ്കിൽ മാത്രം ജീവിതത്തിൽ അത് നടക്കട്ടെ, കാരണം ഈശോ തന്നതാണ്, ഈശോ തിരിച്ചെടുക്കുവാണെങ്കിൽ തിരിച്ചെടുത്തോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിക്കാത്തത്രയും എക്സ്റ്റെൻഡിലേക്ക് അത് പോയി. പക്ഷേ തിങ്കളാഴ്ച ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോകുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് 6 വീക്സോളം ഗ്രോത്ത് ഉണ്ട്. അപ്പോഴേക്കും എനിക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എക്ടോപിക് പ്രഗ്നൻസിക്ക് ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു ഫിസിക്കൽ സിംറ്റംസും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ലായിരുന്നു ഇതൊരു എക്ടോപിക് പ്രഗ്നൻസിയാണ്. പക്ഷേ പെട്ടെന്ന് അവർ കമോൺ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് തന്നെ സർജറിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് പോയി തിരിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർ പറയുന്നു വി ഹാവ് ടു റിമൂവ് യുവർ ട്യൂബ്. അപ്പം ഓക്കെ ഫൈൻ, കാരണം അത് റപ്ചർ ആയിട്ടുണ്ടാവാം ഓൾറെഡി, ഇനി ഒരിക്കലും ട്യൂബ് സേവ് ചെയ്യാൻ പറ്റില്ല, ഫലോപ്പിയൻ ട്യൂബ് ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കരഞ്ഞില്ല, കാരണം എനിക്കൊരു വിശ്വാസമുണ്ട്, ഫെയ്ത്ത് ഡസൻറ്റ് അലോ യു ടു ക്വസ്റ്റ്യൻ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ടു യുവർ ലൈഫ്. നിന്റെ വിശ്വാസം നിന്നെ ഒരിക്കലും ചോദ്യം ചെയ്യിപ്പിക്കില്ല. ദൈവം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല, അതുകൊണ്ട് തന്നെ എനിക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ധൈര്യത്തോട് തന്നെ ആ ഒരു വിത്തിൻ 1 അവർ എല്ലാം സംഭവിച്ചു. പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ ദൈവം അവിടെയെല്ലാം അത്ഭുതകരമായിട്ട് നടന്നു. എൻ്റെ മമ്മിയോ പപ്പയോ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് റിലേഷൻഷിപ്പ് തുടങ്ങി ഒരു 2 ഇയർ ആവാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങൾ തമ്മിൽ എങ്ങനെ എടുക്കുമെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ സഹനം ദൈവം എനിക്ക് അത്ഭുതകരമായിട്ട് കൊണ്ടു നടന്നു. എനിക്ക് എല്ലാവരും എന്നോട് ചോദിച്ചു, നീ എങ്ങനെ ഇങ്ങനെ എടുക്കുന്നത്, കാരണം യു ലോസ്റ്റ് യുവർ ചൈൽഡ്, നീ എങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതിനെ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു,
എങ്ങനെയാ ഞാൻ കരയുക? കാരണം അത് ദൈവമല്ലേ തന്നത്. ദൈവം എടുത്തതിനെക്കുറിച്ച് എങ്ങനെ കരയുന്നത്? ഞാൻ കരഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു എന്നല്ലേ? ഞാൻ കരഞ്ഞില്ല. അപ്പം ഞാനപ്പോൾ പഠിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റിയും കൂടി ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 1 മന്തോട് കൂടി സിക്ക് ലീവ് എൻ്റെ സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ട്യൂബ് റിമൂവ് ചെയ്തു. പെട്ടെന്ന് ഞാൻ ഫിസിക്കലി ഹീലായി. ഞാൻ ബാക്ക് ടു വർക്കായി. ഞാൻ ഓക്കെ ആയിരുന്നു. നോർമലായി. ഞങ്ങളുടേതായ നിമിഷങ്ങളിൽ ഞങ്ങൾ ഈശോയോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത് വന്നെന്ന് ഞങ്ങൾ ഒരിക്കലും ചോദിച്ചില്ല. പക്ഷേ ഈ സഹനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ ആ വ്യാകുലങ്ങളോട് ചേർത്ത് ഞാൻ ആ സഹനത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാം സ്മൂത്തായി പോയി. ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഈശോ എന്നെ ഒരു സഹനത്തിനും കൂടി സെലക്ട് ചെയ്തല്ലോ, ഫൈൻ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഓൾ ഓൺ എ സഡൻ കഴിഞ്ഞ വർഷം നവംബറോട് കൂടി ഞങ്ങളൊരു പുറത്തൊരു ടൂറിന് പോയേക്കായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം രാത്രി ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നു. എനിക്ക് കാം ഡൗൺ ആവാൻ പറ്റുന്നില്ല. എനിക്ക് ശാന്തമാവാൻ പറ്റുന്നില്ല. എനിക്കറിയാം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഞാൻ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. എനിക്ക് പാൽപിറ്റേഷൻ വരുന്നു, അതായത് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ തോന്നുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എനിക്കത് നോസ് ഛർദ്ദിക്കാൻ വരുന്നു. പിന്നെ എൻ്റെ ശരീരം അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ വിറയ്ക്കുന്നു, വേർക്കുന്നു. അപ്പം അതെന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി ഇതെന്തോ ഒരു ആങ്സൈറ്റിയാണ്, പാനിക് അറ്റാക്ക് ആണെന്ന്. അന്ന് ഗൂഗിൾ പറയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കി. ഞാൻ കാം ഡൗൺ ആവുന്നില്ല. അന്ന് ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ രാത്രിയിൽ ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ച് ഞങ്ങൾ കുറേ നേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ഇതെന്തോ ഒരു ബന്ധനമാണ്. അങ്ങനെ ഞാൻ എന്തോ ഒരു ബന്ധനമാണ് എനിക്ക് പറ്റിയിരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതൊക്കെ അന്നൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒരു വിധത്തിൽ സെറ്റിലായി. ഞാൻ ഓക്കെ. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ ഇത് കോൺസ്റ്റൻ്റ്ലി എനിക്ക് വരാൻ തുടങ്ങി. കോൺസ്റ്റൻ്റ്ലി വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഓവർ സ്മാർട്ടായ ഒരാളായിരുന്നു. ഒരു ടോക്കറ്റീവായ ഒരു പേഴ്സൺ ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈശോയോട് എനിക്ക് ധൈര്യമുണ്ട് എന്തും ഫേസ് ചെയ്യാൻ വേണ്ടി. ഈശോ തരുന്ന എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നത്. ആ സ്റ്റേജിൽ നിന്ന് ഞാനൊരു പേടിത്തൊണ്ടിയായി മാറി. വിത്തിൻ ഫ്യൂ മന്ത്സ്. അതായത് കാണാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പാനിക് അറ്റാക്ക്. അതിനെ ഇവിടെ ഡയഗ്നോസ് ചെയ്തു പാനിക് അറ്റാക്കുകൾ കാരണമാണ്. പാനിക് അറ്റാക്ക് എന്ന് പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. ആരോട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്താണ് എനിക്ക് ട്രിഗർ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവാണ്ടതായി. എനിക്ക് പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്തൊക്കെ ലൈഫിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫുഡ് എടുത്ത് വായിലോട്ട് വെക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ മരിച്ചു പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചോക്കിങ് വരുന്ന, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന എല്ലാ രീതികളും മാറി. പാനിക് അറ്റാക്കിൻ്റെ എക്സ്ട്രീം സ്റ്റേജിലെത്തി. കുളിക്കാൻ വരെ പേടിയായി തുടങ്ങി. അത്രയ്ക്കെത്തി. 3-4 ദിവസം കുളിക്കാതെ എൻ്റെ ഹസ്ബൻഡ് വരുന്നോടം വരെ ബാത്റൂമിൽ പോലും കയറാൻ പറ്റാത്ത പോലെ ഞാൻ പേടിച്ചു. പേടി അന്ന് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു എന്തോ വലിയ ബന്ധനമാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മാറുമെന്ന്. ഞാൻ പ്രാർത്ഥനയൊന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവൊന്നുമല്ല. ഞാനൊരു 2-3-4 ധ്യാനം കൂടി, കുറേ ഡെലിവറൻസ് കിട്ടി. പക്ഷെ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ സ്തുതിക്കുന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ബന്ധനമൊന്നുമല്ല, ദൈവം എനിക്ക് എന്തോ ലൈഫിൽ എന്നെ പഠിപ്പിക്കുന്ന. അന്ന് അത്രയും നാള് സഹനങ്ങൾ ചോദിച്ച് മേടിച്ചെന്ന് ഞാൻ ലൈഫിൽ ഒരു മൊമെന്റിൽ എൻ്റെ ഈശോയെ ഇതെനിക്ക് എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് ഭ്രാന്തായി പോവാൻ. ഐ തോട്ട് ഐ എം ലൂസിങ് മൈ കൺട്രോൾ എന്ന്. അങ്ങനെ ഒരു സ്റ്റേജിലോട്ടെത്തി. അതായത് എനിക്കറിയത്തില്ല എന്തിൻ്റെ പേരിലാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്, എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ കോൺഫിഡൻ്റ് എന്ന് ലൈഫിൽ വിചാരിച്ചു ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാതെ സ്വന്തമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് രാത്രിയിൽ എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ലെന്നായി. ഞാൻ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങും. കള്ളങ്ങളൊക്കെ എല്ലാവർക്കും ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിരിക്കും. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിപ്പോയി. എനിക്ക് തന്നെ അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊരു ഇൻഡിപെൻഡൻസിൽ നിന്ന് ഇങ്ങനെ ഒരു സൈക്കോളജിക്കലി ഡിപ്പെൻഡ് ആയി കഴിഞ്ഞപ്പം ഞാൻ രാവിലെയും പകലും ഉച്ചയ്ക്കും ഒക്കെ ഇരുന്ന് എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവത്തിലൂടെ എനിക്ക് പറ്റും. എനിക്ക് ബിരുദത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് എനിക്ക് നൽകി. പരിശുദ്ധാത്മാവിൻ്റെ മേലിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും രാവിലെ വൈകിട്ടും ഒക്കെ. പക്ഷെ പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. ആ സമയത്ത് ശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് എടുത്ത് ഓടും. എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ നിന്നും ഈശോ എന്നെ വളർത്തി.
ഞാൻ ഒരു മൂമെൻറ്റിൽ വൈ ഈസ് നോട്ട് മൈ പ്രയർ, എൻ്റെ പ്രാർത്ഥനകൾ എന്നെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല പെണ്ണ് പഠിച്ചെടുത്തുനിന്ന് പറഞ്ഞത് ഈശോ എന്നോട് പറഞ്ഞു, സമുദ്രത്തിലൂടെ കടന്നു പോവുക തന്നെ വേണം, സമുദ്രത്തിലൂടെ കടന്നു പോയാലും ഞാൻ നിന്നെ കയ്യിൽ വഹിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ വെള്ളത്തിലോട്ട് ഞാൻ ഈശോയോട് പറയുന്നത്, ഈശോയെ ഞാൻ നിന്റെ ഗത്സമേനിലാണുള്ളത്, ആ ഗത്സമേന് നീ ചോര ഉയർത്തതുപോലെ ഞാൻ ഇവിടെ ഇരുന്ന് സഹിക്കുക, നീ കൂടെ ഉണ്ടാവണേ, ഈ ഗത്സമേനിക്ക് ശേഷം എനിക്കൊരു ഉയർപ്പുണ്ടെന്ന് എനിക്കറിയാം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ സിങ്ക് ചെയ്യാൻ പോവാന്ന് എനിക്ക് അറിയായിരുന്നു. ഈശോയെ നീ കൈ പിടിച്ച് ഉയർത്തണേ എന്ന് പറഞ്ഞു. ഈശോ എന്നെ കൈ പിടിച്ച് ഉയർത്തി. ഞാൻ പോലും അറിയില്ലാത്ത ആൾക്കാരിലൂടെ ദൈവം എന്നെ കൂടെ വന്നു, എനിക്ക് പ്രാർത്ഥനകൾ തന്നു. ഇന്ന് ഇന്ന് അത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ, ഈശോ എനിക്കിത് എടുത്ത് മാറ്റണ്ട, ഞാൻ ഓക്കെയാ, നീ എനിക്കിത് തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പഠിച്ചു. അങ്ങനെ പറയാൻ പഠിച്ചു. ഇന്ന് ഞാൻ സ്റ്റിൽ എനിക്കത് ഇന്നും ഉണ്ട്. ഐ ഗോ ടു ബെഡ് വിത്ത് ദാറ്റ്. ഞാൻ ഉറങ്ങുന്നത് എഴുന്നേൽക്കുന്നത് ഒക്കെ അത് വെച്ചായിരിക്കാം. പക്ഷേ എൻ്റെ ഈശോ ആ സഹനത്തിൽ എന്നെ പഠിപ്പിച്ചതാ, നിനക്ക് ക്വിക്ക് ഫിക്സ് വേണ്ട, നിനക്കിത് മാറിത്തരണ്ട, ഇതൊന്നുമില്ലാതെ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് പഠിച്ചു. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു മുറിയിൽ, ഒരു ഇരുട്ട് മുറിഞ്ഞ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന കരയുന്ന ഒരു കൊച്ചാണ് ഞാൻ. അവിടുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും എനിക്കറിയാം ഈശോ വന്ന് എന്നെ പൊതിയുന്നത്. ഞാൻ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുമ്പോൾ അവൻ എന്നെ കൈ പിടിച്ച് നിർത്തുന്നതാണ്. ഓരോ പാനിക് അറ്റാക്കുകൾ കഴിഞ്ഞ് കഴിയുമ്പോഴും ഞാൻ ഈശോയെ ഓർത്ത് സ്തുതിക്കും. അന്ന് എനിക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇന്ന് പാനിക് അറ്റാക്ക് വന്നോട്ടെ എന്നായി. എനിക്ക് ആ ധൈര്യം കിട്ടി. ഐ ആം ഓക്കെ ടു ഫേസ് ദാറ്റ് എന്ന് പറഞ്ഞു. കംപ്ലീറ്റ്ലി ഞാൻ ക്യൂർ ആയിട്ടില്ലല്ലോ. ഇന്നും ഞാൻ പറയും, സാരമില്ല, പാനിക് അറ്റാക്ക് അല്ലേ, എനിക്കറിയാം അതിനെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന്. ആ ഒരു നിലയിലേക്ക് ദൈവം എന്നെ വളർത്തി. അത് ആ സഹനത്തിനാണ് നൽകിയത്. ഇന്ന് എനിക്കിവിടെ എത്ര പേരുണ്ടെന്ന് അറിയത്തില്ല. നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, ജീവിതത്തിലെ ഈശോയുടെ കൂടെ എൻ്റെ മമ്മി എപ്പോഴും പറയായിരുന്നു, നിങ്ങളെ വേർതിരിച്ച് നിർത്തിയവരാണ്. ഈശോയുടെ കൂടെ നിങ്ങൾ നടക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരാണ്. ഈ ലോകത്തിൻ്റെതായ സഹനങ്ങളല്ലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈശോയിൽ ആശ്രയിച്ച അവൻ നിന്നെ കാത്തുകൊള്ളും. ചിലപ്പോൾ നമുക്ക് ഹീലിംഗ് ആയിരിക്കില്ല വേണ്ടത്, നമുക്ക് ചിലപ്പോൾ സൗഖ്യങ്ങളല്ല വേണ്ടത്, നമുക്ക് ചിലപ്പോൾ പരീക്ഷയിൽ വിജയങ്ങളായിരിക്കില്ല വേണ്ടത്. നമുക്ക് ആകെ വേണ്ടത് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയാണ്. ആ ഓവർകം ചെയ്യാനുള്ള ശക്തി എവിടുന്നാണ് വരുന്നത്? ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട്. ഫെയ്ത്ത് ഡസൻറ്റ് ഗിവ് യു ദി ഓപ്ഷൻ ടു ക്വസ്റ്റ്യൻ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ടു യുവർ ലൈഫ്. വിശ്വാസം ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശം തരുന്നില്ല. ആ വിശ്വാസം നമുക്ക് ആകെ തരുന്നത്, എന്ത് തന്നാലും കർത്താവെ ഞാനിതാ സ്വീകരിക്കുന്നു, അത് സ്വീകരിക്കാനുള്ള കഴിവ് എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ ആ ആശ്രയം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഈശോ നോക്കിക്കോളും. ഒരു ദിവസം ഒരു ക്രിസ്റ്റി ഉണ്ടായിരുന്നു. ലൈഫിൽ പ്ലാൻ ചെയ്യണം, പ്ലാൻ ചെയ്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം, അത് ചൂസ് ചെയ്യണം, ഇത് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ക്രിസ്റ്റി ഉണ്ടായിരുന്നു. ഇന്ന് ആ ക്രിസ്റ്റിയിൽ നിന്ന് ഈശോയുടെ ക്രിസ്റ്റിയായിട്ട് ഈശോ മാറ്റിയെങ്കിൽ അതിൽ ഈശോ ചെയ്ത ഒരു കാര്യമാണ്, നീ ശാന്തമായിട്ട് എൻ്റെ കയ്യിലിരുന്നോ, ഞാൻ നോക്കിക്കോളാം, നീ പോകേണ്ട വഴി എന്നാന്ന് ഞാൻ കാണിച്ചോളാം. ഇന്ന് പാനിക് അറ്റാക്കുകൾ വരുമ്പോൾ ഞാൻ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പം ഞാൻ ആലോചിക്കും, ദൈവമേ ഈ വണ്ടി പോയി ഇടിക്കാൻ പോവാണോ? അപ്പം ഞാൻ പറയുന്ന, ദൈവത്തിൽ വണ്ടി ഓടിക്കുന്ന കെട്ടിയവനെ വിശ്വസിക്കണോ, ദൈവത്തെ വിശ്വസിക്കണോ? ഞാൻ പറഞ്ഞു ദൈവത്തെ വിശ്വസിക്കാം. അപ്പം അതവിടെ പൊക്കോളും. ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നോക്കിക്കോളും. അത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കില്ല ദൈവം നോക്കുന്നത്, ആ പ്രശ്നങ്ങളിലൂടെ ദൈവം കൊണ്ടു നടന്നോളൂ. ജീവിതത്തിലെ ഏകാന്ത നിമിഷങ്ങളിൽ, സഹനങ്ങളിൽ, പ്രതിസന്ധികളിൽ എൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാറിയിട്ടില്ല, എൻ്റെ ഫിസിക്കൽ അസുഖങ്ങൾ മാറിയിട്ടില്ല, എൻ്റെ ലൈഫിലെ പ്രോബ്ലംസ് ഒന്നും മാറിയിട്ടില്ല. ആകെ മാറിയത് ഞാൻ അതിനോട് ലുക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഔട്ട്ലുക്കാണ് മാറി, ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് മാറിയത്. ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ നോക്കിക്കോളും. എനിക്കിന്ന് ഈ ഒരു ചെറിയ ഷെയറിങ്ങിലൂടെ എനിക്ക് നിങ്ങളോട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പനും അമ്മയും ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. സണ്ണിച്ചനും ഷേർലിക്കും ജപമാലയും കൊണ്ട് ഞങ്ങളെ 3 പേരെ ഇവിടെ വളർത്തി എഴുതാക്കി. ഇന്ന് UK ജീവിതത്തിൽ ഈശോ പലരും സ്വപ്നം കാണുന്ന ഒരു ജീവിതമാണ് ഞങ്ങൾക്ക് ഈശോ തന്നേക്കുന്നത്. ഇന്ന് എൻ്റെ അപ്പനും അമ്മയും മക്കളെ വളർത്തിയ പോലെ എൻ്റെ അപ്പനും അമ്മയും നോക്കിയിട്ട് അവർ പറയും, നിങ്ങളെ വളർത്താൻ പറ്റിയിരുന്നെങ്കിൽ
അവസ്ഥയിൽ നിന്ന് എൻ്റെ അപ്പനോടും അമ്മയോടും പറയുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങളെ ദൈവം വളർത്തിയിട്ടുണ്ട്. എൻ്റെ മമ്മി പറയായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം ലജ്ജിക്കാൻ ഇടവരുത്തില്ല എന്ന്. കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ എളിമയോടെ നിന്നാൽ മതി, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് എടുത്തുയർത്തിക്കോളൂ എന്നുള്ള തിരുവചനത്തിലാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇന്ന് എനിക്കൊരു കാര്യം ഓർപ്പുണ്ട്. എനിക്ക് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ലൈഫ് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ, നാളെ എനിക്ക് മക്കളുണ്ടായിട്ടില്ലെങ്കിൽ, ഈശോയെ കുഴപ്പമില്ല, എനിക്ക് നിന്നെ മതി. നമ്മൾ പെന്തക്കോസ്ത പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ വിചാരിക്കും ഓൾ ഓൺ എ സഡൻ എനിക്ക് ദൈവം ഈ ബോധ്യങ്ങൾ തന്നിട്ട് എന്നെ വളർത്തിയതാണ്. അല്ല, ഈ ബോധ്യങ്ങളൊക്കെ നമുക്ക് തന്നതും എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം മാറുമെന്ന്. അതായത് സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടിയവനൊക്കെ ആയി കഴിയുമ്പോഴേക്കും ആ പ്രശ്നമൊക്കെ മാറുമെന്ന്. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ധാന്യത്തിൻ്റെയോ വീഞ്ഞിൻ്റെയോ സമൃദ്ധിയിൽ അവർക്കുണ്ടാകുന്നതിനേക്കാൾ വലിയ ആനന്ദം അത് നൽകാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വോയിഡ് ഉണ്ട്, ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത ഫില്ല് ചെയ്യാൻ ഈശോയ്ക്കല്ലാണ്ട് ഒരു മനുഷ്യനും കഴിയില്ല. ഒരു സമ്പത്തിനോ ഒരു ഉയർച്ചയ്ക്കോ ഒരു സ്ഥാനമാനങ്ങൾക്കോ ഒന്നും പറ്റില്ല. അത് ഈശോയ്ക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ലോകത്ത് ആകെ പ്രാർത്ഥിക്കേണ്ട, ഞാൻ എൻ്റെ മമ്മിയോട് പറയാം, എൻ്റെ പൊന്നു മമ്മി, ഞങ്ങൾക്ക് വീട് വേണം, ഞങ്ങൾക്ക് മക്കൾ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഉയർച്ച വേണം, ഒന്ന് പ്രാർത്ഥിക്കരുതേ. ഞങ്ങൾ 3 പേരുടെ ആത്മാവിനെ നേടണേ, അല്ലെ ആ 3 പേർക്കും പരിശുദ്ധാത്മാവിനെ തരണേ, ഞങ്ങൾ 3 പേരും മമ്മിയുടെയും പപ്പയുടെയും കൂടെ സ്വർഗത്തിൽ എത്തണേന്നും പ്രാർത്ഥിക്കണേ. ഇന്ന് എൻ്റെ ലക്ഷ്യം അതാണ്. ഞാൻ ഇന്ന് ആകെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഈശോയെ എൻ്റെ ആ പരിശുദ്ധാത്മാവിനെ തരണേ. ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈശോയെ സ്നേഹിക്കാൻ പഠിക്കും. ആ ഈശോയെ സ്നേഹിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ശക്തി ഇത് കിട്ടും. അപ്പം നിങ്ങളും ഇത്രയും മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആ ഈശോയുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റും. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കും, ഈശോയോടുള്ള ധൈര്യം കൊണ്ട് നമ്മളെ നിറയ്ക്കും. ജീവിതത്തിലെ സഹനങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടി ഈശോ നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിൽ ആശ്രയിക്കാനും ഈശോ പഠിപ്പിക്കും. അപ്പോൾ അതിനുള്ള കൃപ എല്ലാവർക്കും ഈശോ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.